ഹൗ ടു ഡ്രസ് എലിഗൻ്റ്ലി ചേച്ചി എന്ന് ചോദിച്ചു. അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. അതിനു മുമ്പ് നിങ്ങൾ സുഭാഷിതം കേൾക്കാറുണ്ടോ? സുഭാഷിതത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചേച്ചി അതിനകത്ത് പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചിയുടെ സുഭാഷിതത്തിൽ വരുന്ന ചിലതൊക്കെ ഞാൻ കേട്ടിട്ട് നിങ്ങളോട് പറയും കേട്ടോ. ഇതൊരു ശകലം ഞാൻ പറയാവേ. നമ്മൾ കൈയില്ലേ, നമ്മുടെ കൈക്ക് ഇവിടെ ഇങ്ങനെ വെക്കുന്നില്ലേ, എന്താണ് അതിന് പറഞ്ഞാൽ കൈനാട്ടെന്ന് പറയും തമിഴിൽ. ഫിംഗർ പ്രിൻറ്റ് എടുക്കില്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാനോ ഒക്കെ ആയിട്ട്. അതെന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഈ ഫിംഗർ പ്രിൻറ്റ് ഒരു സ്ഥലത്തും ഒരു മനുഷ്യനും മാച്ചായിട്ടുണ്ടാവില്ല എന്ന്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നാണ് അവർ അതിൽ ചോദിക്കുന്നത്. യു ആർ യൂണിക്. നിങ്ങൾ യൂണിക്കാണ്. നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ വ്യത്യസ്തരാണ്. നിങ്ങൾ ഓരോ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാണ് ഓരോരുത്തരും. എന്നിൽ നിന്നും വ്യത്യസ്തരാണ് നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും, അല്ലേ? അപ്പോൾ കണ്ണ്, ഇപ്പം ഞങ്ങൾ അബുദാബിയിൽ വന്നിറങ്ങുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വരും. കാരണം എന്താണ്, നമ്മൾ അവിടെ നിന്ന് കയറുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഗൾഫ് രാജ്യങ്ങൾ, പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് കൺട്രോൾ വഴിയല്ലേ വരുന്നത്. അവിടെ കണ്ടിട്ടില്ലേ കസ്റ്റംസുകാരിരിക്കുന്നത്, അവരവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ നീങ്ങുമ്പോൾ നോക്കൂ അവിടെ നോക്കൂ എന്ന് പറയില്ലേ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ്. എന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ അബുദാബി വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, സ്കാൻ യുവർ ഐസ്, ഡൺ. നമ്മൾ പുറത്തേക്കും അകത്തേക്കും പോകുന്നത് റെസിഡൻസ് സ്കാൻ ചെയ്തിട്ടാണ്. ഇതെല്ലാം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? യെസ്, നമ്മൾ യൂണിക്കാണ്. നമ്മളെപ്പോലെ വേറെ ഒരാളില്ല എന്നുള്ളത് അച്ചട്ടാണ്, അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലേ? സോ ഞാനും ഈ കഥയിൽ നിന്ന് കടമെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ യൂണിക്കായിട്ടുള്ള നമ്മൾ ഡ്രസ്സിങ്ങും നമ്മളുടെ യൂണിക്കായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഡ്രസ്സ് ചെയ്യാം ചേച്ചി ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചു. എന്താണെന്നറിയോ, ഞാൻ ധരിക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നതാണ് ഞാൻ ധരിക്കുന്നത്. അതിന് കുറച്ചൊരു എനിക്ക് ചേരുകയും വേണം. എനിക്ക് ചേരാത്ത എന്തെങ്കിലും ഒരു ഡ്രസ്സ് എനിക്ക് ചേരുന്നത് എനിക്ക് തോന്നാൻ വേണം, മനസ്സിലായില്ലേ? ഡ്രസ്സ് ഞാൻ ധരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഐ വോണ്ട് ബി കംഫർട്ടബിൾ. എനിക്ക് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ അന്നും പറഞ്ഞു സ്ലീവ്ലെസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ സ്ലീവ്ലെസ് ധരിക്കാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അത് ധരിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഞാൻ അല്ലാത്തടത്ത് ധരിക്കുന്നുണ്ടല്ലോ, അത് എനിക്ക് യോജിക്കുന്ന ഡ്രസ്സാണല്ലോ, അല്ലേ? എനിക്ക് എലിഗൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. ബട്ട് ഇറ്റ് ഡസൻറ്റ് ലുക്ക് എലിഗൻറ്റ് ഇഫ് മൈ ഫാദർ ഇസ് ഡിസപ്രൂവിങ് ഇറ്റ് ആൻഡ് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ല, എന്ത് വേഷം അത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൈ ഫാദർ എന്നുള്ളത് കുറേ ഫാദേഴ്സ് ആയിക്കോട്ടെ, അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടമാവില്ല. എന്താ ഇത് ഭാസ്കറിൻ്റെ മകൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ അച്ഛനത് നാണക്കേടാവും, അല്ലേ? എന്ന് വെച്ചാൽ അതൊരു മോശം ഡ്രസ്സാണോ? അല്ലല്ലോ. സോ ഒരാൾ ഡ്രസ്സ് ചെയ്യുന്നത് കണ്ട് മറ്റൊരാൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഏച്ച് കെട്ടിയ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായിരുന്നു വരും, അല്ലേ? ഇപ്പം നമ്മൾ കൽക്കട്ടയിലേക്കും ആ ഏരിയയിലേക്ക്, ആസാം അങ്ങനെയൊക്കെ പോകുമ്പോൾ അവരധികം ബംഗാളി ലേഡീസ് സ്ലീവ്ലെസ് ഇട്ടിട്ടാണ് നടക്കുക. ദാറ്റ് ഈസ് നോർമൽ ഫോർ ദം. അവർക്ക് അവരുടെ ആ ഒരു അറ്റയറിൻ്റെ ഭാഗമാണ്. അതൊരു ഫാഷൻ്റെ ഭാഗമായിട്ടല്ല, അവരുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അവരെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ബ്ലൗസ് ഇടാതെ സാരി ഒരു പ്രത്യേക രീതിയിൽ ചുറ്റി കെട്ടിയിട്ട് ഇടുന്ന പാട്ടിമാരുണ്ട്. അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ അവർക്കത് ചേരുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അവർ ഡ്രസ്സ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് പേര് മൈഗ്രേറ്റ് ചെയ്യാണ്. മേ ബി ആ പാർട്ടിയുടെ ഒരു കൊച്ചുമോള് ദേ ആർ ജസ്റ്റ് കമ്മിങ് ടു ചെന്നൈ, ഒരു IT കമ്പനിയിൽ ജോലിയാണ്. സ്വാഭാവികമായിട്ടും പാൻസും ഷർട്ടും ഇടും, അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും അതേ രീതിയിലുള്ള സ്കേർട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് അവർ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അറ്റയറായിരിക്കും ഇടുക. അതിനകത്ത് നമുക്ക് ചേരുന്നുണ്ടോ ചേരുന്നില്ലേ എന്നുള്ള പ്രശ്നമാവും അവിടെ വരുന്നില്ല. ചിലപ്പോൾ ചേർന്നേക്കാം, ചിലപ്പോൾ ചേരാതിരുന്നേക്കാം, അല്ലേ? അപ്പം ടു ഡ്രസ് എലിഗൻ്റ്ലി ആൻഡ് ടു ലുക്ക് എലിഗൻറ്റ് എന്ന് പറയുന്നത് അവനവൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ചെയ്തേക്കണം. ഞാൻ ചെയ്തു എന്ന് കരുതി നിങ്ങൾക്കത് ചേർന്നില്ല, നിങ്ങൾ ചെയ്തു എന്ന് കരുതി എനിക്ക് ചേർന്നില്ല, കേട്ടോ? ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതി എനിക്ക് ചിലപ്പം സാരി ഇട്ടിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ ഞാൻ സാരിയാണ് ഇടുക. അവിടെ ഞാൻ ചിലപ്പോൾ ഇങ്ങനത്തെ അറ്റയർ എനിക്ക്
ചേരില്ലായിരിക്കും. ബട്ട് ദാറ്റ് ഡസൻ മീൻ എനിക്ക് ഇത് ഇഷ്ടമല്ല എന്നോ അല്ലെങ്കിൽ എനിക്കിത് ചേരുന്നില്ല എന്നല്ല. ആ പ്ലേസിൽ അമ്പലം തന്നെ എടുക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ പോയ രസം ഉണ്ടാവില്ല, ഉണ്ടാവും ഏത് അമ്പലമാണെങ്കിലും. ഇപ്പം പള്ളികളും ഇതും എനിക്കറിയില്ല കേട്ടോ. അവിടെ അങ്ങനെ ഒരു ഇത് ആരും ഒരു നരേറ്റീവ് ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ അവിടെ കണ്ടിട്ടില്ലേ, തല ഇങ്ങനെ വെയിൽ വെച്ച് മറിച്ചിട്ടല്ലേ ആരാണെങ്കിലും പോലും ഇങ്ങനെ പോയാൽ പോലും ഞാനാണെങ്കിലും ഒരു ദുപ്പട്ട എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം ആൽറ്ററിൻ്റെ മുമ്പിൽ പോയിട്ട്, അൾത്താരയുടെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ. സോ ഹൗ ടു ഡ്രസ് അപ്പ് എലിഗൻ്റ്ലി എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ കോമൺ സെൻസ് സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ഉരുവാക്കിയെടുക്കുക. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഡ്രസ്സ് ചെയ്യാൻ നോക്കുക. ലൈക്ക് ഭയങ്കര തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ സ്വെറ്റർ ടൈപ്പ് ഇടും അല്ലേ. ഇപ്പം സാരി ഇടണം എന്നാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അതിൻ്റെ അടിയിൽ സ്വെറ്റർ ഇട്ടിട്ട് അത് ഈ പാൻസ് പോലെ എന്തെങ്കിലും ഇന്നർ തെർമൽ വെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അണ്ടർസ്കേർട്ട് ഇട്ടിട്ട് സാരി എടുക്കുന്ന ആൾക്കാരിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വെറ്റർ വന്നിട്ട് കളർ വന്ന് ഈ സാരിക്ക് മാച്ച് ആകുന്ന രീതിയിൽ. നോർത്ത് ഇന്ത്യയിൽ അതല്ലേ പറ്റുള്ളൂ, ബിക്കോസ് സാരി എല്ലാവർക്കും ഒരു വികാരമല്ലേ. അപ്പം അതും എല്ലാ സമയത്തും മറിച്ച് ഉടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിലർക്ക് അത് എപ്പോഴും ഉടുക്കണമായിരിക്കും. ഞാനും ഇപ്പോൾ അവിടെയൊക്കെ പോയാൽ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നിരിക്കും ചെയ്യുന്നത്. ഞാൻ അധികവും വിൻ്റർ ടൈമിൽ ഡൽഹിയിൽ നിന്നിട്ടില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് പറയുക അതിന്, സാരി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇപ്പം ചിലപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരത് അത്രയും കൂടെ അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. പക്ഷേ അത് അപ്രിഷ്യേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവർ വിചാരിക്കും ഇതെന്തുവാ ഇതൊരു നോമാഡിക് ആൾക്കാരുടെ കൂട്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കത്തില്ലയോ ആൾക്കാർ ഒരു ഇതിലെ വീണിടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ അങ്ങനെ പറയത്തില്ലേ, അതിനെ നാടോടികൾ പോലെ അങ്ങനെ വന്നേക്കുന്നതാണോ? അതെന്താ അതൊരു അപരിഷ്കൃത ലുക്കെന്ന്. ഇപ്പം സാരി അനുവദനീയമാണ്, ബട്ട് സ്റ്റിൽ അവിടെയും എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഉള്ളിടത്ത് ഇത് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മളുടെ ഈ ഡ്രസ്സിങ് സ്റ്റൈല്. അതുകൊണ്ടാണ് അവിടെ പോകുമ്പോൾ എല്ലാവരും പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ ജീൻസും ഒക്കെ ഇട്ടിട്ട് നടക്കുന്നത്. സോ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ വസ്ത്രധാരണ ശൈലിയിൽ എലിഗൻസ് കൊണ്ടുവരുന്ന എങ്ങനെയാണെന്നുള്ളതിന് അവനവൻ്റെ ശരീരപ്രകൃതി കൂടെ നോക്കണം. ചില ശരീരപ്രകൃതി ഉള്ളവർക്ക് നല്ല രസമായിരിക്കും ഒരു നല്ല ടൈറ്റായിട്ടുള്ളൊരു സ്കേർട്ടും ഒരു പെൻസിൽ സ്ലിറ്റ് ആയിട്ടുള്ള സ്കേർട്ടൊക്കെ നല്ല. ചിലപ്പോൾ ഞാൻ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതമാണ്, എനിക്കത് ചേർന്നിരിക്കില്ല, അയ്യേ എന്ന് പറഞ്ഞേക്കും ആൾക്കാർ. സോ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് ഞാൻ ധരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഒരുപക്ഷെ എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാനത് ധരിക്കുമ്പോൾ. ഇപ്പോൾ ഈ പാൻറ് ഷർട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ചിലപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നൊരു ചേച്ചി ഈ സാരിയാണ് കൂടുതൽ യോജിക്കുന്നത്. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഓൾസോ ഫൈൻ. സാരിയാണ് എനിക്ക് കൂടുതൽ യോജിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നവർ പറയുന്നു. പക്ഷേ എനിക്ക് കംഫർട്ടബിളായിട്ട് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. എനിക്ക് സാരി ഇട്ടിട്ട് ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ ഒരു കഫേയിൽ പോയിരുന്നു. അവിടെ പല ആളുകളും ഉണ്ട്, അവിടെ സാരി ഇട്ടിട്ട് വേണമെങ്കിൽ പോകാൻ എനിക്ക്, പക്ഷെ അവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഒരു ഉചിതമായ അറ്റയർ എന്ന് എനിക്ക് തോന്നി. സോ കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും, ചോദ്യം ചോദിച്ചവർക്കും മനസ്സിലായി കാണും എങ്ങനെയാണ് എലിഗൻ്റ്ലി ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന്. പൂജ ചെയ്യുന്നിടത്ത് പോകുമ്പോൾ അതുപോലെ ചെയ്യുക, ഫങ്ഷൻസിന് പോകുമ്പോൾ അതുപോലെ ചെയ്യുക. പിന്നെ എന്താ പറയുക, യെസ്, യൂസ് യുവർ കോമൺ സെൻസ്. ദാറ്റ്സ് ഓൺലി വൺ വേർഡ് വിച്ച് ഐ ക്യാൻ സേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ സുഭാഷിതത്തിലെ ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ യൂണിക്കാണ്, നമ്മൾ ഓരോരുത്തരും യൂണിക്കാണ്. എല്ലാവർക്കും അവരുടേതായ സ്റ്റൈലും കഴിവും എല്ലാം തന്നിട്ടാണ് പടച്ചു വരെ വിട്ടിരിക്കുന്നത്. നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതേ അങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? സോ ആ യൂണിക്നെസ് നിങ്ങൾ പോർട്രേ ചെയ്യുക. നിങ്ങളുടേതായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി നിങ്ങളങ്ങ് അഡോപ്റ്റ് ചെയ്തോളൂ. വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ടു യു. അതായിരിക്കും അതിൻ്റെ ഔചിത്യവും മര്യാദയും, അല്ലേ? സോ അതൊരു കാര്യം രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി പറയണമല്ലോ. ഞാൻ കണ്ടായിരുന്നോ കമൻറ്റ്, അപ്പോൾ അത് പറയേണ്ടതാണല്ലോ എന്ന്. പിന്നെ വേറെ ഒരാളുടെ ആവശ്യമായിരുന്നു മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയൂ ചേച്ചിന്ന്. നോക്കൂ, എൻ്റെ മണി മാനേജ്മെൻ്റ് ആയിരിക്കില്ല നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ്. എന്നാലും പൊതുവിലുള്ള തത്വങ്ങൾ നമ്മളെപ്പോഴും പറയുന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, ഒരുപാട് ചിലവാക്കാതിരിക്കുക, എന്നാവശ്യമുള്ളത് ചിലവാക്കുകയും ചെയ്യുക, എന്നാൽ സന്തോഷിക്കുകയും വേണം. ഇതും ഒരു കോമൺ സെൻസിൻ്റെ ഭാഗമാണെന്നേ. കാരണം നിങ്ങളുടെ പോക്കറ്റിൽ വീഴുന്ന പണം എത്രയുണ്ടെന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ. ഞാനൊരു ജനറൽ പോളിസി ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് ഒറ്റ കാര്യം ഞാൻ പറയാം, പണത്തിനെ സ്നേഹിക്കണം, വല്ലാണ്ട് നമ്മൾ സ്നേഹിക്കണം. അപ്പോഴാണ് നമ്മളിലേക്ക് ആ എനർജി വരിക.
ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുക അല്ലേ. നിങ്ങൾ ഒരു ആളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പം കണ്ടല്ലോ, ഇവർ വരുന്നുണ്ട്, എനിക്ക് ഇഷ്ടമില്ല ഇതിനാണ്, അവരുടെ കാതിൽ അത് എങ്ങനെയെങ്കിലും വീഴും. പിന്നെ അവർ വരുമോ നിങ്ങളുടെ അടുത്തേക്ക്? അത് തന്നെയാണ് പണത്തിൻ്റെ കാര്യവും. പണത്തിനെ പറ്റിയിട്ട് ഒറ്റ പൈസയില്ല, കയ്യിൽ ഒരു പൈസ നിൽക്കുന്നില്ല, ഇതെന്തുവാ ഇങ്ങനെ പറയരുത്. അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അപ്പം നിൽക്കാനേ തോന്നൂല. എപ്പോൾ ഇവിടെ വന്നാലും കംപ്ലൈൻറ്റാണ്, എന്നാൽ പിന്നെ വരികയേ വേണ്ട, അങ്ങനെ വിചാരിച്ചാലേ. ബിക്കോസ് ഇറ്റ്സ് എൻ എനർജി. ഇത് ഞാൻ ഇത് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-25 വർഷമായിട്ട് ഞാൻ കണ്ട കാഴ്ചകളും പിന്നെ വായിച്ച പുസ്തകങ്ങളും ഒക്കെയാണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞു ഹാപ്പി മണി എന്ന് പറഞ്ഞൊരു ബുക്ക് വാങ്ങിക്കണേ, എന്നോട് പൈസയെ പറ്റി പറയൂ ചേച്ചി എന്ന് പറഞ്ഞ്, ഐ തിങ്ക് ഇറ്റ് വാസ് സെറീനാണോ പേര്, അങ്ങനെയല്ലായിരുന്നു, സെറീനയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അവരോട് പറയാണ് ഹാപ്പി മണി എന്ന് പറഞ്ഞൊരു ബുക്ക് വാങ്ങിക്കൂ, യു റീഡ് ദാറ്റ് ബുക്ക്. അത് വളരെ എന്ന് വെച്ചാൽ അത് നമ്മളപ്പോൾ ഓർക്കും. 1 രൂപ എടുത്ത ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും അതിനെ ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കാനാണ് അവർ പറയുന്നത്. ജാപ്പനീസ് കെൻ ഹോണ്ട എന്ന് പറഞ്ഞ ആൾ എഴുതിയ ബുക്കാണ്. ജാപ്പനീസിൽ എഴുതിയത് ഇംഗ്ലീഷിലേക്ക് ആക്കിയതാണെന്ന് തോന്നുന്നു. ഹാപ്പി മണി കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കോയിൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത്. അത് കൊടുക്കുമ്പോൾ ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കുക, വാങ്ങുമ്പോഴും ബ്ലെസ് ചെയ്തിട്ട് വാങ്ങുക. കൊടുക്കുമ്പോൾ പറയണം, നീ പോയിട്ട് നിൻ്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് വരണേ എൻ്റെ അടുത്തേക്ക്, നിങ്ങൾ ഈ പണം ഉപയോഗിച്ച് നല്ല കാര്യങ്ങളാകട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കണം കേട്ടോ. ഇത് ഇങ്ങനെയുള്ള എനർജി ടിപ്സ് അല്ലാതെ ഒരുപാട് മാനേജ്മെൻറ്റ് ടിപ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ജീവിത ശൈലി വ്യത്യാസമായിരിക്കും, പലരുടെയും സ്പെൻഡിങ് ഹാബിറ്റ് വ്യത്യാസമായിരിക്കും. പക്ഷെ ജനറൽ റൂൾ ഈസ് ദാറ്റ് യു ഷുഡ് ലവ് മണി. ആ പൈസയെ നിങ്ങൾ ബഹുമാനിക്കണം. ബഹുമാനിക്കുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്കൊരു ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ആ പൈസ വിനിയോഗിക്കണം. അതിനെ അവിടെ കൂട്ടി വെച്ച് അവിടെ വെച്ചുകൊണ്ടിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ജയിലിൽ പിടിച്ചിട്ട പോലെ ഇരിക്കും. സോ ദാറ്റ് ഈസ് വൈ ദർ ഷുഡ് ബി എ മൂവ്മെൻറ്റ് എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഒരു മൂവ്മെൻറ്റ്, ഒരു ശ്വാസം വിടാനുള്ള ഒരു എനർജി ആ പണത്തിന് കിട്ടണമെങ്കിൽ ഒരു ശ്വാസം വിടാൻ അതിനെ അനുവദിക്കണം. ഇൻ ദ സെൻസ് അതിങ്ങനെ റോളിങ്ങിൽ പോകണം എന്ന് കരുതി നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് റോൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിവിട്ടു പോകും. അത് ചെയ്യരുത്. എഴുതി വെക്കുക, തോട്ട്സിനെ നമ്മൾ എഴുതുക. പണം എത്ര നമ്മൾ ചിലവാക്കണം, എന്ത് വാങ്ങിച്ചാലാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, അത് മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അത് നമുക്കൊരു ബേർഡനായിട്ട് മാറുകയാണെങ്കിൽ അത് വാങ്ങിക്കരുത്. അതല്ല നമുക്കത് ആവശ്യമില്ലാത്തതാണെങ്കിലും അത് വാങ്ങിക്കരുത്. ഒരുപാട് സർപ്ലസ് പണമുള്ളവർ, ഒരുപാട് പണമുള്ള പണക്കാരുകൾ ഉണ്ടാവും അല്ലേ. അവരുടേതായിട്ടുള്ളൊരു ശൈലി അവർക്കുണ്ടാവും. പക്ഷെ അത് നമുക്ക് സാധാരണക്കാർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാർക്ക് ആഗ്രഹിക്കാവുന്നത് ഞാനും നന്നായി ജീവിക്കും, ഞാനും എപ്പോഴും എൻ്റെ രീതിയിൽ, ഞാൻ ഉയർന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും താഴ്ന്ന് ചിന്തിക്കുകയും വേണ്ട. വോട്ടെവർ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നന്മകൾ എത്രയോ കൊണ്ടുവരുന്നോ അത്രയും നന്നായിട്ട് വരും. പിന്നെ വേറെ ഒരു സ്റ്റൈലിംഗ് ടിപ്പോടെ ഞാൻ പറയട്ടെ. ഈ കളർ കോമ്പോസിലെ കളർ സെൻസിബിലിറ്റീസ് എല്ലാം കുറച്ച് വളർത്തണം കേട്ടോ. നമ്മളിപ്പം ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, പൈസയുടെ കാര്യത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ടിപ്പോടെ ഞാൻ പറയാവേ. ഇത് ബ്ലൂ കളറിലെ ഷർട്ടിൽ ഇതിൽ ഓരോ ചെറിയ ഈ പച്ചയുടെ ഇതുണ്ട്. അപ്പം ഞാനിത് കോംബോ ചെയ്തു കേട്ടോ. ഇത് ജീൻസിൻ്റെ കൂടെയും ഇടാം. അങ്ങനെ നമ്മൾ കളർ കോമ്പോസും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതുകൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 1-2 ടിപ്സായിട്ട് വരണം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. 2 things. You are unique. Your dressing style will be unique. You should be unique. Your thought process also should be കുറച്ച് എലിവേറ്റഡ് ആൻഡ് യുണീക്ക്. ഓക്കെ, നമ്മൾ ആരും ഒരേപോലത്തെ ആളുകളല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഈച്ച് ഓഫ് us have the authority to live in this universe. അല്ലെങ്കിൽ ഈച്ച് ഓഫ് us have the authority to use the universe, use the power of universe, use the items available across the nature. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അധികാരമുള്ളതാണ്. അതിനെ കണ്ടറിഞ്ഞും സൂക്ഷിച്ചും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. അതിലാണ് യൂണിവേഴ്സിന് നമ്മളോട് കൂടുതൽ സന്തോഷം ഉണ്ടാവുള്ളൂ. കണ്ടോ, അവരെത്ര മര്യാദയുള്ളവരാണെന്ന് യൂണിവേഴ്സിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും അല്ലേ. സോ ദിസ് ഈസ് മൈ ടേക്ക് അവേ ഫോർ യു. യു ആർ യൂണിക്. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നിങ്ങൾ സ്പെഷ്യലാണ് നിങ്ങളുടേതായ രീതിയിൽ. ഓക്കെ, ചിയേഴ്സ്. നാളെ കാണാം വിത്ത് അനദർ ടോപ്പിക്. ആൻഡ് സുഭാഷിതം കേൾക്കുന്നവർക്കെല്ലാം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയാം, ചേച്ചി ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന്. അപ്പോൾ ഞാനത് ചേച്ചിയോട് പറയുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചേച്ചി കേൾക്കുന്നുണ്ടാവും എൻ്റെ ടോക്സ്. സിന്ധു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ ചേച്ചിക്ക്
ഞാൻ ഇന്നത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.